അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറാ. അല്ലാഹ് ചോദിക്കുകയാണ്, മനുഷ്യരെ നിങ്ങൾക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യ, നിനക്കൊരു ഇന്നലെ കഴിഞ്ഞു പോയിട്ടില്ലേ? എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? മനുഷ്യൻ കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് നിന്നെ വർണ്ണിക്കാൻ കഴിയാത്ത, മനുഷ്യൻ കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു പദം കൊണ്ട് നിന്നെ വിവരിക്കാൻ കഴിയാത്തൊരു ദിവസം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? പ്രപഞ്ചത്തിന്റെ നാനാഭാഗങ്ങളിൽ ശിഥിലമായി കിടന്നിരുന്ന നിന്നെ ഉമ്മയാകുന്ന വാപ്പയാകുന്ന രണ്ട് വ്യക്തികളുടെ ശരീരത്തിലേക്ക് സ്വാംശീകരിച്ചതാരാണ്? ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്. എന്നിട്ട് ആ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് 9 മാസവും ചില്ലറ ദിവസവും ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ നിനക്ക് റബ്ബ് ഭക്ഷണം തന്നു. ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ നിനക്ക് വേണ്ട പോഷകാഹാരങ്ങൾ മുഴുവനും തന്നു. 9 മാസവും ചില്ലറ ദിവസവും കഴിഞ്ഞ് ഈ ലോകത്തേക്ക് നീ വരുമ്പോ, ഈ ഭൂമിയിലേക്ക് പച്ചപ്പാർന്ന സൗന്ദര്യമുള്ള ഭൂലോകത്തേക്ക് നീ ജനിച്ചു വീഴുമ്പോ, കാണാനുള്ള 2 കണ്ണുകളും കേൾക്കാനുള്ള 2 ചെവികളും ശ്വസിക്കാനുള്ളൊരു മൂക്കും പറയാനുള്ളൊരു നാവും കഴിക്കാനുള്ളൊരു വായയും ചിന്തിക്കാനുള്ളൊരു തലച്ചോറും പിടിക്കാനുള്ള 2 കൈകളും നടക്കാനുള്ള 2 കാലുകളും പിടിക്കുന്ന 2 ഹൃദയങ്ങളും പ്രവർത്തിക്കുന്ന 2 കിഡ്നികളും ആമാശയങ്ങളും നിന്റെ ശരീരത്തിന് വേണ്ടതെല്ലാം തന്നിട്ട് ഈ ലോകത്തേക്ക് നിന്നെ പറഞ്ഞയച്ചതാരാണ്? അല്ലാഹ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. ആകൃതിയില്ലാതെ തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യവംശത്തെ മുഴുവനും പഠിച്ച അല്ലാഹ്. എന്നിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ കാണാനും കേൾക്കാനും ഉള്ള കഴിവവന് കൊടുത്ത അല്ലാഹ്. കാണാനുള്ള കണ്ണ് കൊടുത്തിട്ട്, കേൾക്കാനുള്ള ചെവി കൊടുത്തിട്ട്, ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്തിട്ട് അല്ലാഹ് ചെയ്തതെന്താണ്? ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഈ ഭൂമിയിലേക്ക് വാത്സല്യമാർന്ന നിന്റെ മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് നീ ജനിച്ചു വീഴുമ്പോ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത് എന്നെല്ലാം വളരെ വ്യക്തമായ മാർഗദർശനം, പൊങ്ങി നിൽക്കുന്ന 2 മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയില്ലേ? ജനിച്ചു വീണ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, കുസൃതിയുടെ ബാല്യത്തിലേക്കും, അവിടെ നിന്നങ്ങോട്ട് ഭ്രാന്തിന്റെ കൗമാരത്തിലേക്കും, ആവേശത്തിന്റെ യുവത്വത്തിലേക്കും, തിരിച്ചറിവിന്റെ മധ്യവയസ്സിലേക്കും, ദൗർബല്യത്തിന്റെ വാർദ്ധക്യത്തിലേക്കും യാത്രയുടെ ഓരോ ഡെസ്റ്റിനേഷനുകൾ നീ പിന്നിടുമ്പോ അവസാനം യാത്ര കഴിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞു പോകുമ്പോ നിന്റെ ജീവിതം മുഴുവൻ നിനക്ക് ഒരുക്കി തന്നതാരാണ്? ഈ യാത്രയാകുന്ന ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്നതാരാണ്? അതിന് മറുപടി മറ്റൊന്നില്ല. ആലമുൽ അർവാഹിൽ വെച്ച് മനുഷ്യവംശം മുഴുവൻ സൃഷ്ടാവായി അംഗീകരിച്ച റബ്ബാരാണോ? ആലമുൽ അർവാഹിൽ വെച്ചത് റബ്ബിന്റെ റുബൂബിയത്താണോ നമ്മളെല്ലാം അംഗീകരിച്ചത്? ആ റബ്ബ് തന്നെയാണ് നമുക്കിതെല്ലാം നൽകിയത്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറാ. എന്നിട്ടല്ല പറയുകയാണ്, ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. നിന്റെ ഈ ദുനിയാവിലെ ജീവിതത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുന്നില്ല. ഈ ലോകത്ത് നിന്ന് നീ മരിച്ചിട്ട് വരാനുള്ളത് പരലോകത്തേക്കാണ്. ആ പരലോകത്ത് ചങ്ങലകളും നരകവും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിഷേധിച്ചു തള്ളുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ആയാത്തുകളെ പുറംകാലുകൊണ്ട് ചവിട്ടിക്കളയുന്ന ആളുകളെ ശിക്ഷിക്കുവാൻ നരകമെന്ന ഭീകരമായ പാതാളം ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പടച്ചവൻ ചോദിക്കുകയാണ്, ഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ.
അല്ലയോ മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുകയാണോ, അല്ലയോ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുകയാണോ, നിങ്ങളെയെല്ലാം ഞാൻ പടച്ചത് വെറുതെ ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന വ്യാമോഹം നിങ്ങൾക്കുണ്ടോ? അല്ലാഹു പറയുകയാണ് ചില മനുഷ്യരെ കുറിച്ച്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. മഹാനായ ഖാത്തബുൻ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ 2 യാമങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ 3-ാമത്തെ യാമത്തിൽ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി, ആകാശത്ത് വാരി വിതറപ്പെട്ട ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ട് പ്രവാചകൻ പാരായണം ചെയ്യുന്ന വാക്കാണ്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഭൂമിയുടെയും ആകാശത്തിന്റെയും പടപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ചിന്ത അവരെത്തിക്കുന്നത് എങ്ങോട്ടാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ, ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപടികളും സൂക്ഷിക്കുന്ന ആളുകൾ, ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആകാശങ്ങളെ കുറിച്ചും ഭൂമിയെ കുറിച്ചും ചിന്തിക്കുന്ന ആളുകൾ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ വിധാനത്തെ കുറിച്ച് പഠിക്കുന്നവർ, പ്രപഞ്ചത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ പടപ്പിനെ കുറിച്ച് പഠിക്കുന്നവർ, അതിൽ അത്ഭുതം കൊള്ളുന്നവർ. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതിലാ മാ ഖലഖത ഹാദാ ബാതിലാ, നീ ഇതൊന്നും വൃഥാവിലായി പടച്ചിട്ടില്ല റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല നാഥാ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് നാഥാ. ഫഖിനാ അദാബന്നാർ, ഭീകരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹു പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ.